ഹലോ, നീ എവിടാ? എടാ, ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് എത്തിയേ പറ്റൂ. ഇത്തിരി സീരിയസ് ആണ് സംഭവം. നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ സ്ഥിരം കാണുന്ന സ്പോട്ടിലോട്ടാ. ഓ, പെട്ടെന്ന് അത്യാവശ്യമാണ്, പെട്ടെന്ന് എത്തണേ. ആ ശരി, ഞാൻ ഇപ്പം എത്താം. ഓക്കെ, ശരി. ഓ, ഇന്ന് സംഘമുള്ള ദിവസമല്ലേ, ബീനെ വിളിച്ചില്ലല്ലോ ഇതുവരെ. അല്ലെങ്കിൽ എന്ന് ഇങ്ങോട്ട് വിളിക്കണതാണല്ല. അല്ല, നുണ പറയാണ്ടായിരുന്നെങ്കിൽ ഇപ്പം വിളിച്ചിരുന്നു. സംഘമുള്ള ദിവസമായതുകൊണ്ട് അവൾ വിളിക്കൂല. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. കട്ട് ചെയ്ത് കളയണം. ഒരിക്കൽ കൂടെ വിളിക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇതര നുണ പറയാനായിട്ട് വിളിക്കുകയാണ്. റീൽസ് കാണാനും സമ്മതിക്കില്ല, അതങ്ങ് പോയി. അല്ലെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ച അവള് ഫോൺ എടുക്കൂല. വേറെ വല്ലതിനായിരുന്നു ഇപ്പൊ ചാടിക്കാർ ഇങ്ങോട്ട് വിളിച്ചേനെ. ഇനി എന്നെ വിളിക്കട്ടെ, പിന്നീട് വിളിക്കാം. നല്ലൊരു റീൽസ് കണ്ടോണ്ടിരുന്നതാണ്, അതങ്ങ് പോയി. ഓളാ ഒരു നുണ പറയാൻ വിളി. എന്തായാലും വിളിച്ചു നോക്കാം, എന്തെങ്കിലും കാണുമായിരിക്കും. ആ, തിരിച്ചു വിളിക്കുന്നു. ആ, എടീ ബീനെ, നീ ഇന്ന് സംഘത്തിന് വരണില്ലേ? വരുവടി, നീ വരൂ. നിനക്ക് പൈസ റെഡി ആയാടി? പൈസയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങേരെയൊന്ന് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്കാ? എനിക്ക് വന്നടി, ചേട്ടൻ പൈസ അയച്ച്, അതിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചേക്കണത്. 4 മണിക്കാണ് കേട്ടോ, നീ നേരത്തെ വരണേ. അല്ലെങ്കിൽ നീ എന്നെ വിളിക്കണതാണല്ലേ. ഞാൻ പറയുകയും ചെയ്ത, അയ്യോ പെണ്ണിന് എന്തോ അത്യാവശ്യം കാണും, അതാണ് എന്നെ വിളിക്കാത്തതെന്ന്. എടീ, ഞാനേ ഇന്നിപ്പം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നീ ഞാൻ ജീപേ അയക്കാം, നീ അങ്ങ് അടയ്ക്കുവോടി. എനിക്ക് അവളുമാരെ വായിരിക്കണ കേൾക്കാൻ വയ്യ. നീ മിണ്ടായിരുന്നാണ് ആ സരളയൊക്കെ ഇങ്ങോട്ട് വല്ലതും പറയാൻ തുടങ്ങിയാണ്ടല്ല എൻ്റെ സ്വഭാവം മാറും. ആ, പറയും പോലെ നീ ചെറുക്കൻ്റെ എന്തരാ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമുക്ക് അഡ്മിഷനൊക്കെ ആയാടി. ആ, അത് നോക്കണടി, അത് നോക്കാന്നാ. ഇല്ല, ഒന്നും ആയില്ല. പിള്ളേർ കുറെ കൂട്ടുകാരുടെ കൂടെ നേരം വിളിക്കുമ്പോ ചെറുക്കൻ അങ്ങ് ഇറങ്ങും. ഇപ്പോഴത്തെ പിള്ളേരെ വെറുതെ വിടാൻ പാടില്ലടി. നീ എന്തെങ്കിലും പഠിക്കാൻ വിടാ ചെറുക്കനോ. ഇന്നത്തെ കൂട്ടുകെട്ടൊക്കെ അഴുക്കിയ പിള്ളേരാണ്. നമ്മൾ വിചാരിക്കും കണക്കൊന്നും അല്ല. അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ലടി. അത് നിന്റെ വിചാരമല്ലേടി. എങ്ങനെ പോലും നമുക്ക് എങ്ങനെ അറിയാം? എൻ്റെ മോനെ നല്ലതെന്ന് പറയാൻ ഞാൻ ഇരിക്കും. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അറിയാം പിള്ളേരെ തനി കുണങ്ങൾ. നീ ഒന്ന് സൂക്ഷിച്ചോ. പിള്ളേരെ നമ്മൾ അങ്ങനെയൊന്നും വിട്ടൂടാ. നീ എന്തെങ്കിലും പഠിക്കാൻ വിട് ചെറുക്കനെ. ആ, എൻ്റെ മോൻ അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലടി. അവൻ നല്ല സ്വഭാവമാണ്. ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തണത്. അവൻ അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ വൈകിട്ട് കാണാടി. ജീപേ അയക്കാമേ, നീത്തി അങ്ങ് അടയ്ക്കണേ. പറ്റുമെങ്കിൽ ഞാൻ എത്താം. ശരി. ഓ, അതിന് വരാൻ മാത്രം അവൾക്ക് നേരമില്ല. ജീപേ ചെയ്ത് തരാം. പട്ടി ഒന്നും കണ്ടോളാം, വായിരിക്കണേ, ഞാൻ കേൾക്കാം. ഇപ്പൊ എൻ്റെ കൊച്ചിനെ കുറ്റം പറയാൻ എനിക്ക് വന്നേക്കണം. പ്രശ്നം ഒന്നും പറയണ്ടില്ല. മൊത്തം വിഷയം തന്നെ. കാര്യം പറ. എടാ, അവളെ വീട്ടില് അറിഞ്ഞ മൊത്തം സീനായി. എത്രയും പെട്ടെന്ന് ഒളിച്ചോടിയാലേ പറ്റുള്ളൂ, അല്ലാതെ വഴിയില്ല. അവളും അത് തന്നെ പറയണം, അച്ഛൻ സമ്മതിക്കൂല നമുക്ക് ഇങ്ങനെ ഒളിച്ചോടാന്ന്. ഇപ്പൊ വേറെ ആരും അറിയണ്ടേ എന്തായാലും. അതുകൊണ്ട് പറഞ്ഞു അതിലുടനെ അത് നടക്കൂലേ. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. സംസാരിച്ചിട്ട് ഒന്നും അടുക്കണല്ലേ. എന്നാ മതി വേറെ എന്തെങ്കിലും. ഒരു ജോലി ഉണ്ടല്ലോ, നീ നോക്കാം. ഞാൻ വിളിക്കാൻ നിന്നെ, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാന്ന് വെച്ച്. പോട്ടെ ഞാൻ. ശരി.
കുറച്ച് വെള്ളം എടുത്താണേ അമ്മ. എവിടെ അമ്മ? കുറച്ച് വെള്ളം എടുത്താണേ അങ്ങോട്ട്. അമ്മ നിങ്ങൾ എവിടെ? കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര സമയമായി അമ്മ? വെള്ളം ചോദിച്ചത് കുറച്ച് കൊണ്ടുവന്നു. ഞാൻ അങ്ങോട്ട് കൊണ്ട് തന്നല്ലേ, നീ എവിടെയായിരുന്നു എന്ന് തന്നാലേ പറഞ്ഞേ. വെള്ളം. ഇത്ര ചൂടെന്ത് നീ എന്ത് ചൂടെന്നാ? കളക്ടറാ? ഓ, കളക്ടർ അത്ര ഇവിടെ വെള്ളം കുടിക്കും. എടാ നീ എവിടെ പോയിരുന്നടാ? നീ എവിടെ പോയിരുന്നു? നീ ഇവിടെ ഞാൻ ആവശ്യമുള്ളതുകൊണ്ട് വെളിയിൽ പോയി. നിന്നോടത്ത് ഞാൻ പറഞ്ഞോണ്ട് ആ ചെറുക്കൻ്റെ കൂടെ ആവശ്യമില്ലാതെ പോവരുത് അത്യാവശ്യമായിട്ട് വിളിച്ചോണ്ടല്ലേ ഞാൻ പോയത്. അവനെന്താ അത്യാവശ്യം നിനക്ക്? അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്. നീയൊക്കെയല്ലേ ഈ പഞ്ചായത്ത് ഭരിക്കണത് കാര്യങ്ങള്. പിന്നെ പഞ്ചായത്ത് ഒരിക്കലും മാത്രം വെളിയിൽ പോയാൽ മതിയാ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞോണ്ട് ആ ചെറുക്കനോട് ഒരു സ്ഥലത്ത് ആവശ്യമുള്ളതുകൊണ്ടല്ലേ അമ്മ പോയത്. എന്തൊരാവശ്യം? അതൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ പിന്നെ ഭയങ്കര ആവശ്യങ്ങളാണ് ഇവിടെ. നീയൊക്കെ പോയില്ലേ ഇവിടുത്തെ വീട്ടുകാര്യങ്ങളെല്ലാം നടക്കണത്. ചില കാര്യങ്ങൾ ഒരു വിലയും കൂടിയില്ലാതെ നടക്കണം. അമ്മയുടെ അതൊക്കെ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത്രയും കിടന്ന് അലക്കണ്ട. മിണ്ടായി അത് കുറെ ഉണ്ട്. അതിപ്പം പറയാൻ പറ്റൂല. അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മറ്റേ അയൽക്കൂട്ടത്തിലൊക്കെ പറയും. എനിക്കറിയാം. വേണ്ട അമ്മ പറയും. അടുത്തും പറയില്ലേ? എന്നാ മക്കളും അച്ഛൻ്റെ അടുത്തും പറയണ്ട, അവനടുത്തും പറയണ്ട. അത്ര വിഷയം ഉണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ടല്ലേ അവ ഇത്ര ശ്രുതിപ്പെട്ടി വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോയത്. പറയട്ടെ അമ്മ പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ലൈൻ ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ? പറയണേക്ക് നിങ്ങൾ മൊത്തവും. ഇപ്പോൾ ആ പെണ്ണിന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട് ഇപ്പം. അപ്പം അങ്ങോട്ട് സെറ്റ് ആവാൻ തോന്നല്ലോ. അതുകൊണ്ട് വിളിച്ചിറങ്ങി കൊണ്ടുവരാന്നുള്ള പ്ലാനിൽ എനിക്ക് ആരുടെ പറയില്ലേ? അവൻ പാവില്ലേ. അവൻ പിന്നെ ഇത്രയും പ്രശ്നമായിട്ട് അവന് ജോലി ഉണ്ടെന്നല്ല. പിന്നെ എന്തിനാണ് പ്രശ്നം? ജാതി എന്റെ മണ്ടേ വരെയൊന്നുമില്ല. എന്തൊരു എന്റെ മണ്ടയിൽ എങ്ങനെ വരണത്? അവരല്ലേ പോണത്. എന്റെ മണ്ടേ കൊണ്ടുപോയി കിട്ടും. ആട്ടേക്ക് നമ്മളെ അവൻ പാവം ചെറുക്ക. അവൻ എന്തിന് ചെയ്തിട്ടാണ്? ഞാനത് പറയുന്നു ചെയ്യല്ലേ പോയി. അയൽക്കൂട്ടത്തിൽ ഒട്ടും പറയില്ല. പിന്നെ ലോകം മൊത്തം അറിയും. കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടാണ് പറയണത്. ഞാൻ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ചോറൊക്കെ പിന്നെ കഴിക്കാൻ വയ്യ. എടി പെണ്ണേ, ഞാൻ പറഞ്ഞില്ലേ നിനക്കില്ല മോളിയുടെ മോനെ അറിഞ്ഞൂടെ? ആ ചെറുക്കന്റെ പേര് ഞാൻ മറന്നുപോയി പെണ്ണേ. എടി ആ ചെറുക്കനാണെങ്കിലേ മറ്റേ ബാബുവിന്റെ മോളെ വിളിച്ചോണ്ട് വരാൻ പോണടി. ചെറുക്കൻ എന്തോരം കൊട്ട് ജോലി എങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ചെറുക്കൻ വന്ന് എന്റെ കൂടെ പറഞ്ഞു. നീ ആരടുത്തും പറയില്ലേ? അയ്യോ ആ തല്ലടി. എന്നാലും എന്റെ മോൻ അങ്ങനെയൊന്നും അല്ലടി. അവൻ വന്ന് എന്റെ കൂടെ പറഞ്ഞു. എന്റെ മോനെ ഞാൻ അങ്ങനെയൊന്നും അല്ല വളർത്തണത്. ഓ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയും. ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊരു സ്നേഹം കൊണ്ട് നീ ഇനിയിപ്പോ ഇത് ആരുടെയും പറയണ്ട. ഞാൻ നിന്റെ കൂടെ വന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇവിടെ നിനക്ക് എന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഞാൻ ആരുടെയും പറയൂല. നിന്നെ പോലെ അല്ല. നമുക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നുണയും പറയുന്നവരല്ലല്ല. ഇനിയിപ്പൊ നീ ആരുടെയും പറയണ്ട. ഇനി ചെറുക്ക അറിയണമെങ്കിൽ എന്നെ കൊല്ലും. ശരി ഞാൻ ആരുടെയും പറയില്ല. ഇതിനെങ്കിലും പറഞ്ഞാൽ അവൾക്ക് എന്റെ മോനെ അങ്ങ് കുറ്റപ്പെടുത്താനാണ് നോക്കി. ഓ ഇവിടെ ആരും ഇല്ലേ? ഓ വീട് നിറയെ വണ്ടികൾ തന്നെ. ഇതേത് പുതിയ വണ്ടിയാ? ചെറുക്കന് വാങ്ങിച്ചതായിരിക്കും. വല്ല പൈസക്കാര്യം പറഞ്ഞെങ്കിൽ അയ്യോ അവരേന്ന് കടം വാച്ച് ഇവരേന്ന് കടം വാച്ചെന്നാണ് പറയണത്. ഓ എടേ വീണേ, കൊറേ ദിവസം കൊണ്ട് വിചാരിക്കണടി ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. കൊറേ ദിവസം കൊണ്ട് വിചാരിക്കണടി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന്.
സമയം കിട്ടണ്ടേടി ഒന്നിങ്ങോട്ട് വരാനായിട്ട്. അങ്ങേര് വീട്ടിലുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തിരിയാനും സമ്മതിക്കില്ല. ഓ, ഇന്ന് പോയ നേരത്തിനാണ് ഞാൻ ഇനി ചാടിയത്. പിന്നെ കുറെ ദിവസം കൊണ്ട് വിചാരിക്കും ഇങ്ങോട്ടൊക്കെ വന്നു. ഓ പിന്നെ എന്തൊരു വിശേഷം പറ. ഓ എന്തൊരു വിശേഷോടി, അങ്ങനെയൊക്കെ അങ്ങ് പോണ്. പിന്നെ നീ അന്ന് ആ പൈസ ജീപ്പേ അയച്ചെന്ന് ഞാൻ കൊണ്ട് ചെന്നപ്പോ അവളുമാരങ്ങോട്ട് തുടങ്ങി. അല്ലെങ്കിൽ ആ സുശീലേക്ക് ഇത്തിരി മറ്റൊക്കെ അവിടെ പോവാൻ സമയമുണ്ട്, ഇവിടെ പോവാൻ സമയമുണ്ട്, ഇവക്കൊന്ന് സംഘത്തിന് വന്നൂടെന്ന് എവിടെയെങ്കിലും പോണാടി. നമ്മക്കല്ലേ അതറിയാവൂ. ഞാനും അല്ലേ ഇവിടെ അല്ലാതെ എനിക്കതറിയാം. ഞാൻ പറഞ്ഞ് അവൾ അങ്ങനെയൊന്നും പോവൂല, അവൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവളുമാര് കേക്കണ്ടേ. നീ കൊണ്ട് അടയ്ക്കും. വേറെ ഞാൻ നിനക്ക് അറിഞ്ഞൂടെ, നമ്മളൊന്നും നിലം കാണാൻ തുടങ്ങിയതാ. ഞാൻ വെള്ളം എടുക്കാം. അയ്യോ വേണ്ട, നീ ഇവിടെ വെള്ളം എടുക്കാം. എല്ലാ സാധനങ്ങളും ഉണ്ട്. പുതിയ മോഡലാണെന്നാലും ഒന്ന് വായിക്കണം എനിക്ക്. ഒരു ഷോക്കേസ് നിറയെ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചേക്കല്ലേ. ഓ നല്ല കപ്പ്. എന്തൊരു ചൂട്, അകത്തും ചൂട് പുറത്തും ചൂട്. ഇങ്ങനെ പോവേണമെങ്കിൽ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ മക്കളെ, കുറച്ചേരായി. അത് ഇവിടെ ഉണ്ടായിരുന്ന ഇന്ന് കറങ്ങാനൊന്നും പോയില്ലേ? പിന്നെ മക്കളെ മറ്റേ ചെറുക്കൻ്റെ കൂട്ടുകാരെ അവന്റെ ബാബുവിന്റെ മോളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇതാരി കൂട്ടുകാരൻ. ഓ ശരി മക്കളെ, വെള്ളം കുടിക്കട്ടെ. എപ്പോഴേ കാണിച്ചു